നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്തയുണ്ടായി. ഇപ്പോഴും അത് വളരെ ലൈവായിട്ട് നിൽക്കുകയാണ്. 19-കാരിയായ പെൺകുട്ടി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിക്കുന്നു. തുടർന്ന് കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. എത്ര നിഷ്കരുണമായിട്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ നമുക്ക് തോന്നും. ഇതോടുകൂടി പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാൻ തുടങ്ങി ഉറപ്പിക്കും. ഇതോടുകൂടി പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. സംഭവം പ്രതീക്ഷിച്ചതുപോലെ കാമുകനാണ് പണി പറ്റിച്ചത്. ഇങ്ങനെ പണി പറ്റിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ സാധാരണ ഉള്ള ഒരു സാമാന്യ ബോധം എന്ന് പറയും. ഇത് ഇല്ലാതെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം എനിക്ക് തോന്നി. കാരണം നിരന്തരം, നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അവിഹിത ഗർഭമുണ്ടാവുക, അത് അലസിപ്പിക്കുക. ഇത് അലസിപ്പിക്കുന്നതുമല്ലട്ടോ. ഈ കഴിഞ്ഞ ദിവസം നമ്മള് കേൾക്കാനിടയായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് താൻ ഗർഭിണിയാണെന്നും, ഇത് അലസിപ്പിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുകയും ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർമാര് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, "എന്റെ പെൺകുഞ്ഞുങ്ങളെ, നിങ്ങളിങ്ങനെ വരുമ്പോൾ" പിന്നീട് ചിലപ്പോ 1ഉം 2ഉം തവണ അബോർഷൻ ചെയ്തിട്ടുള്ളവരുണ്ട് എന്നൊക്കെയാണ് പല ആരോഗ്യ വിദഗ്ധരുടെയും ഒക്കെ പറച്ചിൽ. അവര് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്ര നിസ്സംഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ ഇവര് നോക്കിക്കാണുകയാണോ? വെറുതെ ഒരു സുഖം തേടി പോവുകയാണോ? അതോ യഥാർത്ഥ പ്രണയമാണോ ഇവർക്കൊക്കെ ഉള്ളത് എന്നുള്ള സംശയം നമുക്കൊക്കെ തോന്നിയാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നോക്കൂ, കാമുകനാണ് എന്ന് പറഞ്ഞല്ലോ. ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള യുവാവായിരുന്നു കാമുകൻ. താൻ ഗർഭിണിയായിരുന്നത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാദം. ഈ ഗർഭിണിയാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് അവളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കാനും, അതെന്താണെന്ന് മനസ്സിലാക്കാനുമൊക്കെ സ്വാഭാവികമായും പറ്റും. നമുക്കറിയാം പീരീഡ്സ് ആയില്ലെങ്കിൽ തന്നെ നമ്മൾ വളരെ ആശങ്കയോടുകൂടി അതെന്തെങ്കിലും വേറെന്തെങ്കിലും കംപ്ലയിന്റ് ആണോ, പിസിഒഡി, പിസിഒഎസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണോ എന്നൊക്കെ നമ്മള് ചിന്തിച്ചു പോകും. അങ്ങനെ പെൺകുട്ടികളെയും കൊണ്ട് ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്രയോ അച്ഛനമ്മമാരാണ് ആശുപത്രിയിലൊക്കെ പോകുന്നത്. അവര് കൃത്യമായ ഡയറ്റും മരുന്നും ഒക്കെ എടുത്ത് ഇതൊക്കെ മാറ്റി പോകുന്നത്. അപ്പോ ഈ പെൺകുട്ടി പറയുന്നു, "വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാൻ അറിയുന്നത്. ഇതിനു വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു" എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ പഠിച്ച കള്ളി എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ വളരെ ഇന്നസെന്റ് ആണ് എന്ന് പറയേണ്ടി വരും ഈ പെൺകുട്ടി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും, അച്ഛനെ വിടൂ, അമ്മയ്ക്ക് നമ്മളെന്ത് പറഞ്ഞാലും ശരിയാണ്. അവസാനം അമ്മമാരിതറിഞ്ഞില്ലേ എന്നുള്ളത് ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അപ്പോ അമ്മയ്ക്കിതറിയാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ മകളുടെ വയറ് വീർത്ത് വരുന്നുണ്ട്. അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അമ്മമാർക്ക് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരമ്മയെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയുകയല്ല. ചില മക്കളൊക്കെ വളരെ വിദഗ്ധമായിട്ട് അമ്മമാരിൽ നിന്നൊക്കെ ഇത് മറച്ചു പിടിക്കുന്നുണ്ട്. ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രായത്തിലുള്ളവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. ഇതൊരു സദാചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതെയാവുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് പനമ്പിള്ളി നഗറിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമുണ്ടായി. ഇതുപോലെ തന്നെ പ്രസവിക്കുന്നു. ജനലിന് വെളിയിലൂടെ ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്നു. പക്ഷെ അന്ന് ആ കുഞ്ഞ് മരിച്ചു പോകുന്നുണ്ട്. ഇത് വലിയൊരു അറിയപ്പെടുന്ന ഒരാളുടെ മകളാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളും ഒക്കെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ലക്ഷ്യം വിട്ടുകൊണ്ട് ലഹരി മരുന്ന് മാഫിയ അത് വളരുന്നുണ്ട്. ഇതിന്റെ ഒരു കിക്കിലായിരിക്കും മിക്കവാറും കുട്ടികളൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കുക എന്നൊക്കെ അവര് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ പല ഇടങ്ങളിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം വരും. നമുക്ക് അതുവഴി നടന്നു പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഒരുപക്ഷെ നമ്മൾ അത്രത്തോളം വളരാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനോ അയ്യേ എന്നുള്ളൊരു ഇതില് നമ്മള് നോക്കി പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പുറകെ പോകുന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഈ 19-കാരി എറണാകുളത്ത് പഠനത്തോടൊപ്പം ജോലിയും ചെയ്തു വരികയായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അയാളുമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിട്ടില്ല. അയാൾ താൻ ഗർഭിണിയായതോ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ളത് തന്റെ ഈ സാഹചര്യങ്ങളൊന്നും അറിഞ്ഞു കാണാൻ പോലും വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുക?
എന്ന് മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടി ഗർഭിണിയായത് എങ്ങനെയാണ് എന്നുള്ളത് പെൺകുട്ടിക്ക് തന്നെ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം സംശയിക്കപ്പെടുന്നത് ഈ പെൺകുട്ടിയെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മയക്കുമരുന്ന് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ പലതും ചേർത്ത് കൊടുത്ത് അങ്ങനെയുള്ള ശ്രമങ്ങളും ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണോ നടന്നിട്ടുള്ളത്? എന്നൊക്കെയുള്ള ആശങ്കകളും ഒക്കെ വരുന്നുണ്ട്. ഈ പെൺകുട്ടി പോലീസിനോട് പോലും പറയുന്നത് അങ്ങനെയാണ്. തന്റെ കാമുകന് ഇതൊന്നും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. പക്ഷേ പെൺകുട്ടി ശുചിമുറിയിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കാമുകനാണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെയുള്ള ആശങ്കാജനകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം. കാരണം ഈ പെൺകുട്ടിയുടെ കുടുംബസ്ഥിതി അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നത് പ്രകാരം വളരെ സങ്കീർണവും സങ്കടവും ദയനീയവും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ്. വളരെ ഇല്ലായ്മയിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികളായിരിക്കാം. പഠനത്തോടൊപ്പം ജോലിയും ഒക്കെ ചെയ്ത് അവര് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും. പക്ഷെ അതിനിടയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ പെൺകുട്ടിയെ ചതിച്ചോ? എന്നുള്ളതും പുറത്തു വരേണ്ടതുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിക്ക് ഒരു അനിയത്തിയുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് എറണാകുളത്ത് നിന്ന് മാറി നിന്ന് വീട്ടിൽ തന്നെ നിന്നിട്ടാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ കാര്യങ്ങൾ 3 മാസമായിട്ട് വീട്ടിൽ തന്നെ നിന്ന് ഈ കുട്ടി നിൽക്കുമ്പോൾ അതിന്റെ അച്ഛനും അമ്മയും ഒരു തരത്തിലുള്ള മാറ്റവും അറിഞ്ഞില്ലേ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോ കഴിഞ്ഞ ഇടക്കാണ് അഖിൽമാരാര് ഗർഭം വളരെ സുഖകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അല്ലെങ്കിൽ അതിനെ വല്ലാതെ ഹോസ്പിറ്റലുകാരൊക്കെ ചൂഷണം ചെയ്യുന്നു. അതായത് വലിയ വമ്പൻ പാക്കേജുകളൊക്കെ കൊടുത്ത് അവിടെ അഡ്മിറ്റ് ആയിട്ട് ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഉള്ള കമന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ തന്നെ പല ഗർഭിണികളും അല്ലെങ്കിൽ വീട്ടമ്മമാരും അല്ലെങ്കിൽ യുവതികളും ഒക്കെ കമന്റ് ഇട്ടു. ഞാനൊന്ന് പ്രസവിച്ചു. ഇനി വന്നിട്ട് ഞാൻ വന്ന് അരി ഇടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ റീലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. യുവതികൾക്കൊക്കെ അറിയാം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്? ആ ബുദ്ധിമുട്ടുകളിൽ ഓരോ ഘട്ടത്തിലും അവരെങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ദിവസം, ഇത്രയും നാൾ 3 മാസം ഈ വീട്ടിൽ കഴിഞ്ഞു പോകാൻ പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല. അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ തന്റെ മകൾക്കുണ്ടാവുന്ന മാറ്റങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ പീരിയഡ്സ് ആയില്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടൊക്കെ ചോദിക്കലുണ്ട്. ഏഹ് നമ്മൾ സോഷ്യലി മിണ്ടി പറഞ്ഞു പോവുകയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വീട്ടില് ഇപ്പോ ഹിന്ദു കുടുംബമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ 2ഓ 3ഓ മാസം അടുപ്പിച്ച് പീരിയഡ്സ് ആവാണ്ടിരിക്കുമ്പോ തന്നെ ഒരു ആശങ്ക പെൺകുട്ടികൾക്കുണ്ടാവും. ഇത് നിരീക്ഷിക്കുന്ന അവരുടെ അമ്മമാർക്കുണ്ടാകും. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്തില്ലേ? ഇതൊന്നും അന്വേഷിച്ചില്ലേ? എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും വാർത്തകളിലായാലും ഒക്കെ ഉണ്ടാകുന്നത്. എന്നിട്ടും നമ്മളുടെ മക്കള് പോയിട്ട് അബദ്ധങ്ങളിൽ ചാടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിസ്സാരമായിട്ട് കരുതാൻ കഴിയില്ല. എല്ലാത്തിനും ഫ്രീഡം വേണമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ഫ്രീഡവും കൊടുക്കുമ്പോൾ നമ്മുടെ പരിധി എവിടെ വരെയാണ് നമ്മുടെ അതിർത്തി നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ തന്നെ വരച്ചിടണം. എന്തും ചെയ്ത് കാണിച്ചുകൊണ്ട് അത് സ്വാതന്ത്ര്യമാണ് എന്ന് വെക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള ആഹ് എന്താ പറയാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കേണ്ടിയും വരികയും ചെയ്യുക എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ അവസ്ഥ, ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഇനി അനിയത്തിയുടെ അവസ്ഥ ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നല്ലതാണോ? ഒരു പരിധി കഴിഞ്ഞ് പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്താലും അതാണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു രീതിയിലേക്ക് മാതാപിതാക്കളും പോകുന്നത് ശരിയാണോ? എന്താണ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ടാകുന്ന ആഹ് മനസ്സിൽ തോന്നുന്ന ചില അഭിപ്രായങ്ങളൊക്കെ എന്താണ്? അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.